ഫ്രീ എഡ്യൂക്കേഷൻ ജർമ്മനി ഓസ്ട്രിയ കമ്പാരിറ്റീവ്ലി കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ബെറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്, ലിവിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഓൾസോ വിസ പ്രൊസീജിയർ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ഓസ്ട്രിയയും ജർമ്മനിയും. കാരണം ഈ ഒരു രാജ്യം ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പം UG-യിലേക്കും അത് ഡിഗ്രിക്ക് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയാലും PGക്ക് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയാലും എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് എല്ലാം ഡിഫറെൻറ്റ് തന്നെയാണ്. ഇപ്പം ജർമ്മനിയെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 13 years ഓഫ് എഡ്യൂക്കേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഫസ്റ്റ് ഇയർ ഓഫ് ഡിഗ്രി ഇവിടെ കഴിഞ്ഞവർക്കാണ് നമുക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റുക. അല്ലാതിരുന്നാൽ നമുക്ക് JEE മെയിൻ ആൻഡ് അഡ്വാൻസ് ക്ലിയർ ചെയ്തവരായിരിക്കണം. അതുപോലെ തന്നെയാണ് PGയിലേക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു മാസ്റ്റേഴ്സ് കോഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 60%, 65% യൂണിവേഴ്സിറ്റി റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പെർസെൻറ്റേജ് ബേസിലൊക്കെയാണ് എലിജിബിലിറ്റി വരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് IELTS ഒരു കമ്പൽസറി ഫാക്ടർ തന്നെയാണ്. ഇപ്പം IELTS ഇംഗ്ലീഷ് തോട്ടിലും അതേപോലെ ജർമ്മൻ തോട്ടിലും നമുക്ക് ജർമ്മനിയിൽ PG ഓർ UG പഠിക്കാം. അപ്പം ജർമ്മൻ ലാംഗ്വേജിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ B2 ലെവൽ അല്ലെങ്കിൽ C1 ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് കമ്പൽസറി ആയിട്ടും ആവശ്യമാണ്, റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, ഓരോ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രിയ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രിയയിൽ നമുക്ക് 13 years ഓഫ് എഡ്യൂക്കേഷൻ കമ്പൽസറി അല്ല, ഇപ്പം +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഇവിടെ ഇന്ത്യയിൽ കഴിഞ്ഞ സ്റ്റുഡൻസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും UG-യിലേക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ IELTS കമ്പൽസറി ആണ്. അതുപോലെ PGക്കായാൽ നമുക്ക് ഒരു 60%, 55% ഓൺവേർഡ്സ് അപ്ലൈ ചെയ്യാം. സ്റ്റുഡൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് എലിജിബിലിറ്റി റിക്വയർമെൻറ്റിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് IELTSൻ്റെ ആവശ്യവും ഓസ്ട്രേലിയയിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 കൺട്രിക്കും ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 12 lakhs അടുത്ത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യണം. ഡോക്യുമെൻറ്റേഷനിലേക്ക് നോക്കുമ്പോൾ APS സർട്ടിഫിക്കറ്റ് ജർമ്മനിയിൽ കമ്പൽസറി ആണ്. നിങ്ങൾക്ക് APSൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫീസും അടച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് APSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് കമ്പൽസറി ആണ് ജർമ്മനിയുടെ വിസ പ്രൊസീജിയറിന്. ഓക്കെ, അതുപോലെ തന്നെ ഓസ്ട്രിയയ്ക്ക് നമുക്ക് APSൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ആൻഡ് കമ്പാരിറ്റീവ്ലി 2 കൺട്രിയുടെയും ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ്, അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയർ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ APS കമ്പൽസറി ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എല്ലാം നിങ്ങളുടെ CV, അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, അല്ലെ 10th, 12th ഡിഗ്രി ഉള്ളവർക്കാണ് ഡിഗ്രി. അതുപോലെ തന്നെ 3 year ഓഫ് അല്ലെങ്കിൽ 4 year ഓഫ് ബാച്ചിലേഴ്സും ജർമ്മനി ആയാലും ഓസ്ട്രിയ ആയാലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിസയിലോട്ട് വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ബോത്ത് കൺട്രീസിനും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഓഫർ ലെറ്റർ ഫ്രം ദി യൂണിവേഴ്സിറ്റി, അഡ്മിഷൻ ലെറ്റർ വേണം. അതുപോലെ ബാക്കിയുള്ള നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം, പിന്നെ വിസ ചാർജസും വരുന്നുണ്ട്. അതുപോലെ ഈ 2 കൺട്രിയിലും സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസായിട്ട്, ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് പറയുമെങ്കിലും സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസായിട്ട് വരുന്നുണ്ട്. അത് വലിയൊരു എമൗണ്ട് ഒന്നുമല്ല വരുന്നത്, ഓൾമോസ്റ്റ് ഒരു 1 lakh. ജർമ്മനിയിലാണ് ഫ്രീ ആണെങ്കിലും അതുപോലെ ഓസ്ട്രേലിയയിലേക്കാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1 lakhൻ്റെയും 1.5 lakhൻ്റെയും ഇടയിലായിരിക്കും ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ 2 രാജ്യത്തേക്കുള്ള ആപ്ലിക്കേഷൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള സർവീസ് ചാർജസിലാണ് നമ്മൾ ഇത് 2ഉം ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആൻഫീൽഡിൻ്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒത്തിരി സ്റ്റുഡൻസിന് ആൻഫീൽഡ് ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും അയച്ചിട്ടുമുണ്ട്. സോ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആൻഫീൽഡിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ആൻഫീൽഡിൻ്റെ നമ്പർ ഉണ്ടാവും. സോ ഡു കോൺടാക്ട് അസ് ഇമ്മീഡിയറ്റ്ലി.